കാലത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും ആ കാലത്ത് ഏകദേശം ഒന്നും ആയിട്ടില്ല. അപ്പോൾ അവിടെ ഞാനെല്ലാം എന്ത് സ്റ്റാർട്ട് ചെയ്യണം ജസ്റ്റ് ഒരു ബ്രീഫായിട്ട്. 85 ചേർന്ന് കഴിഞ്ഞപ്പോൾ മഞ്ജുവൻ സാറാണ്, രമേശ് മേനൻ, അത് കൊല്ലം ടീംസാണ്. അപ്പോൾ അവിടെ ഞാൻ കയറിയതിന് ശേഷം ഞാൻ കമ്പ്യൂട്ടർ ഇൻചാർജായിട്ട് എടുത്തിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറില്ല അവിടെ, അല്ലേ. അപ്പോൾ അവർ ആ സമയത്ത് അവർ ബുക്ക് ചെയ്തിട്ട് 8 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് DCൻ്റെ അന്നത്തെ DCൻ്റെ കൊണ്ട് ഹൈലി ബ്രാൻഡഡ് ഇതാണ് മെഷീൻസാണ് 8 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ആ സമയത്ത് മുഴുവൻ ഞാൻ ഈ പഠിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസും അതുമെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി കയറി ഇറങ്ങി. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഹൗസും അതേപോലെ പുറത്തും പോയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ഞാൻ ആ സമയത്ത് പഠിച്ചു. കംപ്ലീറ്റ് എല്ലാ പ്രോഗ്രാംസ് എഴുതി. അപ്പോൾ സിസ്റ്റം വന്നതിന് ശേഷമാണ് ഈ കംപ്ലീറ്റ് എല്ലാ പ്രോഗ്രാംസും ഞാൻ അതിൽ അത് അപ്ലൈ ചെയ്ത്. അതിൽ ഈസി പണിയായിരുന്നില്ല, സിംഗിൾ ഹാൻഡഡ് ആണ്. ആ സമയത്ത് ഡാറ്റ എൻട്രി ചെയ്യണം, സെയിം ടൈം നമുക്ക് ഔട്ട്പുട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കുകയും വേണം. ഓൾമോസ്റ്റ് ഒരു 24 hours തന്നെ ഞാൻ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണ് താമസിക്കുന്നത്. ചിലപ്പോൾ ഈ ടൂ വീലർ ഉണ്ടാവും, ചിലപ്പോൾ സൈക്കിളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സൈക്കിൾ എടുത്തിട്ട് മട്ടാഞ്ചേരിയിൽ നിന്ന് മച്ചു എടുത്തിട്ട് അവിടെ ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ചവിട്ടി പോകുമായിരുന്നു. എന്നിട്ട് 2 മണിക്ക് 3 മണിക്ക് 2 മണി 3 മണി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത് മറ്റേ ഫിഷിംഗ് ബോട്ട് പോകണ സമയമാണ്. ആ സമയത്തൊക്കെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ സംതിങ് എന്താ പറയുക, നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ അത്ഭുതമാണ്. അല്ല അങ്ങനെയായിരിക്കും ഓളങ്ങൾ. ആ ഓളത്തിൻ്റെ ഇടയിൽ കൂടി ഉണ്ടെങ്കിൽ മച്ചു അവർ തുഴഞ്ഞ് അങ്ങോട്ട് എത്തിക്കുക. അതൊരു എന്നെ സംബന്ധിച്ചോളം ഇന്നും ഒരു ഭയങ്കര ഓർമ്മകൾ നിൽക്കണതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സിസ്റ്റം ഇൻചാർജായിട്ട് 2005 വരെ എവർഗ്രീനിൽ ജോയിൻ ചെയ്തതിന് ശേഷം എവർഗ്രീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡോക്യുമെൻറ്റേഷനും അതെല്ലാം ഇത് തന്നു, പ്ലസ് സിസ്റ്റം ഇൻചാർജായിട്ട് 2005 ആയപ്പോൾ അവർ സിസ്റ്റം കംപ്ലീറ്റ് തൈവാനിലോട്ട് മാറ്റി. ആ ദിവസം എന്നെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ജോലിയില്ല ശരിക്കും പറഞ്ഞാൽ. അവരെ സംബന്ധിച്ചോളം അവർ ചോദിച്ചു, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് എവർഗ്രീൻ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. ശരി, അന്ന് ആ സമയത്ത് ഓക്കെ പറഞ്ഞു. അതിനുശേഷം പല ഡിപ്പാർട്ട്മെൻറ്റ്സും എവർഗ്രീനിൽ ഇത് കൈകാര്യം ചെയ്യേണ്ടി വന്നു. ബിസിനസ് ചെയ്യേണ്ടി വന്നു, ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു, അതും വെസൽ ഓപ്പറേഷൻ ഇൻഡിപെൻഡൻ്റ്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കയറി ഇറങ്ങിയപ്പോൾ 2010 ആയപ്പോൾ മോളൊരു ദൈവം നമ്മളിത് പറഞ്ഞു, ആ സീറ്റിലോട്ട് തിരിക്കാൻ പറഞ്ഞു. അത് 14 വർഷം ആ സീറ്റ് എനിക്ക് ഇരിക്കാൻ പറ്റി. അത് വലിയൊരു കാര്യമാണ്. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ ഇതൊന്നും സൈലൻ്റ് ആയിട്ടാണ് എന്ന് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും നമ്മുടെ മാനേജ്മെൻറ്റ് മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാനും അതിൻ്റെ ബെനിഫിറ്റ്സും എങ്ങനെയൊക്കെ നമുക്ക് ഒരു മാക്സിമം മാർക്കറ്റ് ഷെയർ ഉണ്ടാക്കാന്നുള്ളത് അത് ശരിക്കും ഞാൻ ഫോഴ്സ്ഫുള്ളി ചെയ്ത് ഏകദേശം അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ ഗൾഫ് സർവീസ് കിട്ടിയത്. ലാസ്റ്റ് ഇയർ ഒരു ഫാറി സർവീസും കൂടെ കിട്ടേണ്ടതായിരുന്നു. അത്രയും പേരും കൂടെ എത്തിച്ചത്. അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ല. അല്ലെങ്കിൽ ആ 2 സർവീസ് കൊച്ചിയിൽ എവർഗ്രീൻ വഴി എത്തിക്കാൻ ട്രൈ ചെയ്തതാണ്. അപ്പം അതൊരു എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല എവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. അതിനുശേഷം നമ്മളെ തന്നെ സമാധാനിപ്പിക്കുക, ഇത് വിഷമിക്കണ്ട, അതൊക്കെ ഇങ്ങനെ മാറി വരും, ഇതൊക്കെ ഈ കമ്മിറ്റിയിലുള്ളതാണ് അല്ലെങ്കിൽ ഈ ട്രെയിനിലുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഒപ്പം നമ്മളോട് തോളോട് ചേർന്ന് പോകുന്ന ഒരാൾ ഇനിയുള്ള കാലഘട്ടത്തിലും നമ്മുടെ ട്രേഡിൽ തന്നെ ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവിധ ഭാവുകളും ഈ മാനേജിംഗ് കമ്മിറ്റിയുടെ പേര് നേരുകയാണ്. നിങ്ങളുടെ ഓഫീസിലെ ഒരു ഓഫർ നമ്മുടെ LT മർജിങ് വന്നപ്പോൾ വന്നതും പിന്നെ LTന്ന് പാൻ ഇന്ത്യയിൽ ആരും എടുക്കാത്തതുകൊണ്ട് മാത്രം കൊച്ചിയിൽ അത് കൺസിഡർ ചെയ്ത് പോയതോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടിയത്. പക്ഷെ അതിന് പകരം നമ്മൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ നമ്മൾ ഒരുമിച്ച് 85 വിശേഷം അവിടെ വന്നല്ലേ. പക്ഷെ അന്ന് പിന്നെ ഓപ്പറേഷൻസിലല്ലാത്തതുകൊണ്ട് നമ്മൾ തമ്മിൽ അങ്ങനെ ഓഫീസിൽ വന്ന് കയറുമ്പോഴൊക്കെ ഡൗട്ട് ചെയ്തു. പക്ഷെ പൊട്ടുച്ചിക്കാരനായിരുന്നു. ഞങ്ങള് MCയിൽ വന്ന പിന്നെയാണ് ക്രിയേഷന് വന്നതിന് മുമ്പും ഈ ഞാൻ WCL DGLS വർക്ക് ചെയ്യുമ്പോൾ ഈ ഗൾഫ് ഫോറത്തിനകത്തൊക്കെ വരുമ്പോൾ മിഷേൽ സാറ് നമ്മൾ ഈ വിശിഷ്ട വ്യക്തികളെ പോലെ ഒരു
ഇന്നോവക്കകത്ത് ഒരു 4 പേര് ബിൽഡിങ്ങിനകത്ത് തന്നെ ആ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവും. ആ ഒരു ഫ്രണ്ടിലിരുന്ന് ലീഡ് ചെയ്ത് ഒരു ടൈറ്റ് ഗെയിം എല്ലാവരുടെയും മനസ്സിനെ മുൾമുനയിൽ നിർത്തിയ ഒരു കളിയാണ്. ഇന്റർനാഷണൽ സർവീസിലുള്ള തൊട്ടന്നെ ഇന്റർനാഷണൽ സർവീസിൽ വെച്ച് പുള്ളി അധികം പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നു. എന്നാലും ഞങ്ങൾ ഈ സ്റ്റീം ഏജൻസ് AGM-ന് വളരെ മെച്ചൂർഡായിട്ട് സംസാരിക്കുന്നത്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഇരുന്നിട്ട് ഇത് ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാം. കാരണം ഒരു MNC-യിൽ ഇരുന്നിട്ട് വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് സർവീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് അദ്ദേഹം കൃത്യമായിട്ട് പാലിച്ചു എന്നുള്ളതാണ്. അത്ര ബുദ്ധിമുട്ടുള്ളപ്പോഴും കസ്റ്റമേഴ്സിന് യാതൊരു തരത്തിലും പരാതിയും നമ്മുടെ വിശേഷ അവിടെ ലീഡറായതിനു ശേഷം വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം. കുറെ കാലങ്ങൾ നമുക്ക് കടന്നുപോയി, പക്ഷെ പെട്ടെന്ന് കടന്നുപോയ പോലെ തോന്നുകയാണ്. ഇപ്പൊ ഇന്നലെ നമ്മൾ തുടങ്ങിയെന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. വളരെ അടുത്ത ഒരു ദിവസങ്ങളിൽ പോയ പോലെയാണ് തോന്നുന്നത്. അപ്പൊ UB നമ്മളൊക്കെ കൂടത്തിലുണ്ടാവുക. ഒരിക്കലും റിട്ടയർമെന്റ് എന്നുള്ള വാക്ക് നമുക്ക് ഷിപ്പിങ്ങിൽ ഇല്ലല്ലോ. അപ്പൊ അത് അങ്ങനെ തന്നെ കണ്ടിരിക്കാം. നിങ്ങളുടെ എക്സ്പെർട്ട് എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ. എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ. അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമി സ്വർണ്ണ മന്ദാരങ്ങൾ സാക്ഷിയല്ലേ.